എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് BCom BBA ബിസിനസ് റിസർച്ച് മെത്തേഡ് സബ്ജക്റ്റിലെ 12ഓളം എസ്സേ ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നാളെയാണ് എക്സാം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞിട്ട് പോവാണ്. ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയിക്കോ. മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മൾ വളരെ കുറച്ച് വീഡിയോസേ ചെയ്തിട്ടുള്ളൂ. ആ വീഡിയോസ് എല്ലാവരും നോക്കി പോവണം. അതോടൊപ്പം തന്നെ എൻറ്റയർ സിലബസ് കവർ ചെയ്ത് പഠിക്കുക. കാരണം അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൽ നമ്മൾ വളരെ കുറച്ച് വീഡിയോസാണ് ചെയ്തത്. പക്ഷേ അതെല്ലാം തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചു, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി. നിങ്ങൾ നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ റിസർച്ച് അങ്ങനെയല്ല, വളരെ വാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോഴും വ്യത്യസ്ത ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇത് മാത്രം പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം മുഴുവൻ ആൻസറും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ അതിൽ തന്നെ ചകഞ്ഞെടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ 3-4 വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇവയെല്ലാം ചോദിക്കുമെന്ന് നമുക്ക് പോസിറ്റീവായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല, നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. 12ഓളം എസ്സേ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇതിൽ ചിലത് ഷോർട്ട് എസ്സേ ആയിട്ടും 2 മാർക്കിനും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലൂടെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. വാട്ട് ഈസ് ഡാറ്റ അനാലിസിസ്? ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഫോർ അനാലിസിസ് ഓഫ് ഡാറ്റ. നേരത്തെ ഞാൻ സ്കെയിലിംഗ് പറഞ്ഞ പോലെ പല കുട്ടികളും പേപ്പറൊക്കെ വാല്യൂ ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട് ഈ ക്വസ്റ്റ്യൻ ഒന്നും ആൻസർ ചെയ്യില്ല. ആക്ച്വലി ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ്. ലാസ്റ്റിലത്തേക്ക് വരുന്ന ഏരിയ ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ ഇതെന്താണ് ക്വസ്റ്റ്യൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാവായിട്ടായിരിക്കും. അതായത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റ അനലൈസ് ചെയ്യുന്നതും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്താണെന്നും ക്വസ്റ്റ്യൻ. ഡാറ്റ അനാലിസിസ് സിംപ്ലി മീൻസ് അനാലിസിസ് ഓഫ് ഡാറ്റ. ഇപ്പം ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ അനലൈസ് ചെയ്യുന്നതാണ്. It is the systematic process of analyzing data by using statistical techniques. അതായത് വിവിധ തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച പ്രോസസ്സ് ചെയ്ത് വെച്ച ഡാറ്റ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം ഡാറ്റ അനാലിസിസ് സിംപ്ലി മീൻസ് അനാലിസിസ് ഓഫ് ഡാറ്റ. അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ കൂടെ ഇറ്റ് ഈസ് ദി സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് അനലൈസിങ് ഡാറ്റ ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് ഡാറ്റ അനാലിസിസ്. അവിടെ എന്താണ് ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റയെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഡാറ്റയെ അനലൈസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് ഡാറ്റ. അപ്പം നമ്മളത് പഠിച്ചു കഴിഞ്ഞു. വാട്ട് ഈസ് ഡാറ്റ അനാലിസിസ്? ഡാറ്റ അനാലിസിസ് സിംപ്ലി മീൻസ് അനാലിസിസ് ഓഫ് ഡാറ്റ. അതായത് ഡാറ്റ അനലൈസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദി സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് അനലൈസിങ് ഡാറ്റ. ഡാറ്റ അനലൈസ് ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. വിവിധ തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഡാറ്റ അനലൈസ് ചെയ്യാൻ ഉള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് ഏതൊക്കെയാണെന്നാണ് എസ്സേ. 3 എണ്ണമാണുള്ളത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും. അവിടെ ബോൾഡ് ചെയ്ത് കൊടുത്തത് കണ്ടില്ലേ? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും അതർ മെഷേഴ്സും. ഇവയുടെ എക്സ്പ്ലനേഷൻ ഞാനിവിടെ കൊടുത്തിട്ടില്ല. ഇത് എൻ്റെ ജുറാസിൻ്റെ നോട്ടിലുണ്ട്. BNMൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിലുമുണ്ട്, അതുപോലെ ഷോർട്ട് നോട്ടിലും BRMൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിലും ഷോർട്ട് നോട്ടിലുമുണ്ട്. പിന്നെ ഇത് നിങ്ങൾ 3rd സെമ്മിൽ പഠിച്ചതാണ്. പഠിച്ച കാര്യമൊന്നും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, അത് വേറെ വിഷയം. എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. 3 തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണുള്ളത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, അതർ മെഷേഴ്സ്. അതിൽ ആദ്യം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നത് എന്തൊക്കെയാണ്? ഇതൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇത്രയെങ്കിലും എഴുതി വെച്ചാൽ, എക്സ്പ്ലനേഷൻ പോലും കൊടുത്തിട്ടില്ലെങ്കിലും ഇത്രയെങ്കിലും കുട്ടിക്ക് അറിവുണ്ടല്ലോ എന്ന് വിചാരിച്ചൊരു 6 മാർക്കെങ്കിലും നിങ്ങൾക്ക് എസ്സേക്ക് കിട്ടും. ഇപ്പൊ സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ്, ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, വെയ്റ്റഡ് അരിത്മാറ്റിക് മീൻ. ഇത്രയുമാണ് സെൻട്രൽ ടെൻഡൻസിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. ഇനി ഡിസ്പേർഷൻ്റെത് റേഞ്ച്, മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതർ മെഷേഴ്സ് ആയിട്ട് ഇൻഡെക്സ് നമ്പർ, കോറിലേഷൻ, റിഗ്രഷൻ, അനോവ, മനോവ, ഹൈപ്പോതെസിസ് ടെസ്റ്റ്. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഞാൻ വളരെ ബ്രീഫായിട്ടേ കൊടുത്തിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക്
നമ്മുടെ മെറ്റീരിയൽ യൂസ് ചെയ്ത് പഠിക്കാം. ഇനി അവസാന നിമിഷം പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ഇത്രയെങ്കിലും എഴുതുക. 5 മാർക്കെങ്കിലും നിങ്ങൾക്ക് എസ്ഐ ക്വസ്റ്റിന് സ്കോർ ചെയ്യാൻ പറ്റും. 5 ആക്കണ്ട, മീനിനും മീഡിയനും മോഡിനും ഒക്കെ ഒരു 1 or 2 ലൈൻ നിങ്ങളുടേതായ രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ എസ്ഐ പഠിച്ചെടുത്തു. ഓക്കെ, റെഡി അല്ലേ? ഒന്നാമത്തത് ഡാറ്റ അനാലിസിസ് എന്താണെന്നും അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുമാണ്. ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് ഡാറ്റയാണ്. ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് അനലൈസിങ് ഡാറ്റ ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. വിവിധ തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എഴുതാം പ്രധാനമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും അതർ മെഷേഴ്സുമാണ്. സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ, മീഡിയൻ, മോഡ്, ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, വെയ്റ്റഡ് അരിത്മാറ്റിക് മീൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ റേഞ്ച്, മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതർ മെഷേഴ്സിൽ വരുന്നത് ഇൻഡെക്സ് നമ്പർ, കോറിലേഷൻ, റിഗ്രഷൻ, അനോവ, മനോവ, ഹൈപ്പോത്തസിസ് ടെസ്റ്റ്. അടുത്തത് വളരെ നല്ലൊരു എസ്ഐ ക്വസ്റ്റ്യൻ ആണ്. 1-2 തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. What is data processing? What are the components of data processing? Data processing simply means processing of data. അതിനെ ഒന്ന് തിരിച്ചിട്ടതാണ്. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ഡാറ്റ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള, ഇത്രയും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ വേറൊരു മീനിങ്ങും ഡാറ്റ പ്രോസസ്സിങ്ങിനില്ല. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഡാറ്റ പ്രോസസ്സിംഗ് സിംപ്ലി മീൻസ് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ. ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റ എഡിറ്റ് ചെയ്യുകയും കോഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും ടാബുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മീനിങ്ങിൽ പറഞ്ഞ 4 കാര്യം തന്നെയാണ് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ എസെൻഷ്യൽസ് അല്ലെങ്കിൽ കമ്പോണൻസ് അല്ലെങ്കിൽ സ്റ്റേജസ്, പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്സ്. അപ്പോൾ എന്താണ് നമ്മുടെ എസ്ഐ ക്വസ്റ്റ്യൻ? കോമ്പണൻസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. 4 കോമ്പണൻ്റേ ഉള്ളൂ. ഈ 4 കോമ്പണൻറ്റിന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. 1 എഡിറ്റിംഗ് ആണ്, 2 കോഡിംഗ് ആണ്, 3 ക്ലാസിഫിക്കേഷൻ ആണ്, 4 ടാബുലേഷൻ ആണ്. എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ. പഠിച്ചില്ലേ? ECCT എന്ന് ഓർത്താൽ മതി. ECCT ആണ് എന്ത്? ഡാറ്റ പ്രോസസ്സിംഗ്. ECCT മാത്രം ഓർത്ത് പോയിട്ടാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയത്. കാരണം വേറൊന്നും ഇത് വെച്ച് നിങ്ങൾക്ക് മീനിങ് എഴുതാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ECCT, എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ. ഇനി അതിന്റെ സ്റ്റേജ് എന്താണ്? എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ. ഈ 4 പോയിന്റ് ഉണ്ട്. കയ്യിൽ ഈ 4 പോയിന്റ് ഉണ്ടെങ്കിൽ 4 പേജ് എഴുതാൻ നമുക്ക് പറ്റണം. എഡിറ്റിംഗ് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ഡാറ്റ എഡിറ്റ് ചെയ്യുന്നു. കോഡിങ്ങും നമുക്ക് അറിയുന്ന കാര്യമാണ്, ഡാറ്റേനെ കോഡ് ചെയ്യാണ്. ക്ലാസിഫിക്കേഷൻ ഡാറ്റേനെ തരംതിരിക്കുകയാണ്. ടാബുലേഷൻ ഡാറ്റേനെ ടേബിളിലേക്ക് മാറ്റുകയാണ്. ഇതാണ് സംഭവം. അപ്പൊ നമുക്ക് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ECCT എന്ന് ഓർത്താൽ മതി. ഓക്കെ, അത് വെച്ച് എസ്സേ എഴുതണം. ECCT, എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ. ഇനി എഡിറ്റിംഗ് എന്താണെന്ന് നോക്കാം. എഡിറ്റിംഗ് ഈസ് ദ, ചെറിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് വേണമല്ലോ. ഇത് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡാറ്റ പ്രോസസ്സിങ്ങോ അതിന്റെ സ്റ്റേജോ അല്ലെങ്കിൽ കോമ്പണൻസ് എസ്സേ ഉണ്ടെങ്കിൽ വിശദീകരിച്ച് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം പഠിച്ചാൽ മതി, 10 മാർക്ക് കിട്ടും. ഡാറ്റ പ്രോസസ്സിംഗ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ 4 കോമ്പണൻസ് എഴുതി. ഇനി എഡിറ്റിംഗിന് നമ്മൾ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റ പ്രോസസ് ചെയ്യുന്നതിന്റെ 1ാമത്തെ സ്റ്റേജ് ആണ് എഡിറ്റിംഗ്. ഇറ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് ഓർ കെയർഫുൾ സ്ക്രൂട്ടിനി ഓഫ് ദി കംപ്ലീറ്റഡ് ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂൾ. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനെയറിലൂടെയും ഷെഡ്യൂളിലൂടെയും ഒക്കെ ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റ ഡീറ്റെയിൽഡ് ആയിട്ട് കെയർഫുൾ ആയിട്ട് സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കുക, സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനെയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഡാറ്റ പ്രോസസ്സിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അവിടെ സ്ക്രൂട്ടിനിയാണ് നടക്കുന്നത്. നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച ക്വസ്റ്റ്യനേഴ്സും ഷെഡ്യൂൾസും എല്ലാം തന്നെ വളരെ കെയർഫുൾ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് എഡിറ്റിംഗ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് എഴുതാം there are 2 types of editing. 2 രീതിയിലുള്ള എഡിറ്റിംഗ് ആണുള്ളത്. ഒന്ന് ഫീൽഡ് എഡിറ്റിംഗും മറ്റൊന്ന് സെൻട്രൽ എഡിറ്റിംഗും. അപ്പൊ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. എഡിറ്റിംഗ് കഴിഞ്ഞു. ECCT ആണ് ഡാറ്റ പ്രോസസ്സിംഗ്. അത് വെച്ച് മീനിങ് എഴുതണം. സ്റ്റെപ്പ് ECCT, എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡാറ്റ പ്രോസസ്സിംഗിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. കെയർഫുൾ സ്ക്രൂട്ടിനിയാണ് അവിടെ നടക്കുന്നത്. എന്തിന്റെ? ക്വസ്റ്റ്യനെയറിന്റെയും ഷെഡ്യൂളിന്റെയും. 2 തരത്തിലുള്ള എഡിറ്റിംഗ് ആണുള്ളത്, ഫീൽഡ് എഡിറ്റിംഗും സെൻട്രൽ എഡിറ്റിംഗും.
അടുത്തത് കോഡിംഗ് ആണ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് അസൈനിങ് ഫിഗേഴ്സ് ഓർ അതർ സിമ്പിൾ ടു ആൻസേഴ്സ്. നമ്മുടെ ആൻസറിന് ചില ഫിഗറുകളോ അല്ലെങ്കിൽ നമ്പറുകളോ സിമ്പിളുകളോ ഒക്കെ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ECCTയിലെ രണ്ടാമത്തതാണ് സി. കോഡിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് അസൈനിങ് ഫിഗേഴ്സ്. അത്രയെങ്കിലും ഓർത്ത് വെക്കുക. ഫിഗേഴ്സ് ഓർ അതർ സിമ്പിൾസ് ടു ആൻസേഴ്സ്. കോഡിങ്ങിന്റെ റൂൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അസൈൻ കോഡ്സ് ടു ഈച്ച് റെസ്പോൺസ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ റെസ്പോൺസിനും കോഡ് അസൈൻ ചെയ്യണം. യൂസ് ക്ലിയർ ആൻഡ് കോൺഷ്യസ് കോഡ്. ക്ലിയർ ആയിട്ടുള്ള കോഡുകൾ യൂസ് ചെയ്യണം. അവോയ്ഡ് ആംബിഗ്യസ് കോഡ്സ്. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള കോഡുകൾ അവോയ്ഡ് ചെയ്യണം. യൂസ് ന്യൂമറിക്കൽ കോഡ്. നമ്പർ ആണ് കോഡായിട്ട് യൂസ് ചെയ്യേണ്ടത്. കോഡ് കൺസിസ്റ്റന്റ് ആയിട്ട് കോഡ് ചെയ്യുക. അറേഞ്ച് കോഡിംഗ് ഫ്രെയിം. കോഡിനൊരു ഫ്രെയിം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അത്രയുമാണ് കോഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ കോഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് അസൈനിങ് ഫിഗേഴ്സ് ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കോഡിംഗ് റൂൾസും എഴുതാം. ഇനി ECCTയിലെ ഇങ്ങനെ പറഞ്ഞു നോക്കണം എൻ്റെ കൂടെ. ECCT എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ. ECCT എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ. അപ്പോൾ നമുക്കൊരു എസ്സേ കൈ കിട്ടി. അടുത്തത് ക്ലാസിഫിക്കേഷൻ ആണ്. Classification is the process of grouping of related facts into groups with similar characteristics. അതായത് ഡാറ്റയെ തരംതിരിക്കുക. ഒരേപോലെയുള്ള ഡാറ്റയെ ഒരേ രീതിയിൽ വർഗീകരിക്കുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഗ്രൂപ്പായിട്ട് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. 4 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ജിയോഗ്രഫിക്കൽ, ക്രോണോളജിക്കൽ. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇൻ്റലിജൻസ്, ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ രീതിയിലുള്ള ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, വെയിറ്റ്, ഏജ്, അത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനെയാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിൻ്റെ അല്ലെങ്കിൽ കാലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള, ടൈമിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനെയാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം 4 രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ്: ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ജിയോഗ്രഫിക്കൽ, ക്രോണോളജിക്കൽ. ഇനി ക്ലാസിഫിക്കേഷൻ്റെ കൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എഴുതാം. ഡാറ്റയെ തരംതിരിച്ചു വെച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. താരതമ്യ പഠനത്തിന് എളുപ്പമാണ്. ടു സിംപ്ലിഫൈ കോംപ്ലക്സ് ഡാറ്റ. വളരെ വലിയ ഡാറ്റയെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഈസി ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡാറ്റ. നമ്മൾ ഗ്രൂപ്പായിട്ട് തരംതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റയെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിസിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ടു സപ്പോർട്ട് ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ചെയ്ത് വെച്ച ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് സാധ്യമാകും. ഇനി ECCTയിലെ 4ാമത്തതാണ് ടാബുലേഷൻ. അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ ഇൻ ടു കോളംസ് ആൻഡ് റോസ് ആർ കോൾഡ് ടാബുലേഷൻ. ഡാറ്റയെ ടേബിൾ ആയിട്ട് മാറ്റുന്നതിനെയാണ് ടേബിൾ എന്ന് പറഞ്ഞാൽ റോയും ഉണ്ടാകും, കോളവും ഉണ്ടാകും. അത്തരത്തിൽ അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ ഇൻ ടു കോളംസ് ആൻഡ് റോസ് ആർ കോൾഡ് ടാബുലേഷൻ. ഡാറ്റയെ കോളവും റോയുമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്: സിംപ്ലിഫൈ ഡാറ്റ, ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ, സേവ് സ്പേസ്, പ്രൊവൈഡ് റെഫറൻസ്, ലൊക്കേറ്റ് എറേഴ്സ്, ലൊക്കേറ്റ് ഒമിഷൻ, സ്റ്റഡി ട്രെൻഡ്സ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ്റെയും ടാബുലേഷൻ്റെയും ഒബ്ജക്റ്റീവ് ഒരേപോലെ എഴുതാം. അപ്പോൾ നമ്മളൊരു എസ്സേ പഠിച്ചു. എസ്സേ എന്തായിരുന്നു? ഡാറ്റ പ്രോസസ്സിങ്ങും. രണ്ടാമത്തെ എസ്സേ എത്തിയിട്ടേ ഉള്ളൂ. 12 എസ്സേ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് വാട്ട് ഈസ് ഡാറ്റ പ്രോസസ്സിംഗ്, വാട്ട് ആർ ദ കോമ്പണൻസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. ഡാറ്റ പ്രോസസ്സിംഗ് ECCT എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ. ആ 4 വാക്ക് ഓർത്ത് വെക്കുക. ബാക്കി കയ്യിൽ നിന്നിട്ട് എഴുതിക്കോളൂ. ഓക്കെ. ദെൻ അടുത്തതാണ് 3ാമത്തെ എസ്സേ. നരേറ്റ് ദ ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ടാബുലേഷൻ. ഇത് എസ്സേ ചോദിക്കുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ടോപ്പിക് ആയിരുന്നു. ബട്ട് മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ കയ്യിലുണ്ടെങ്കിൽ നോക്കിക്കോളൂ, ഇത് എസ്സേ ചോദിച്ചിട്ടുണ്ട്. അതായത് ടാബുലേഷൻ്റെ നമ്മൾ ഡാറ്റ ടേബിളിലായിട്ട് വർഗീകരിക്കുമ്പോൾ റോസും കോളംസും ഉപയോഗിച്ചുകൊണ്ട് ടേബിളിലാക്കുന്നതിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതെന്താണെന്നാണ് എസ്സേ ചോദിച്ചത്. ടാബുലേഷൻ എന്താണെന്ന് ആദ്യം എഴുതുക. അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ ഇൻ ടു കോളംസ് ആൻഡ് റോസ് ആർ കോൾഡ് ടാബുലേഷൻ. നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ള ഡാറ്റയെ കോളംസും റോസുമായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ ഇൻ ടു കോളംസ് ആൻഡ് റോസ് ആർ കോൾഡ് ടാബുലേഷൻ. ടാബുലേഷൻ്റെ ഒബ്ജക്റ്റീവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ടാബുലേഷൻ. നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യത്തെ നോട്ടിലുള്ളത് ഇങ്ങനെയല്ലല്ലോ,
ആദ്യത്തെ നോട്ടിലുള്ളത് പഠിച്ചവർ യാതൊരു ടെൻഷനും വേണ്ട, അത് തന്നെയാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ ഒന്നുകൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ചില പോയിന്റുകളെ ഒന്നുകൂടെ സിമ്പിൾ ആക്കി ഷോർട്ട് ആക്കിയത്. കാരണം നമ്മളിപ്പോൾ തലേ ദിവസമൊക്കെ വലിയ ലെങ്തി വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല, ലെങ്തി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും കാര്യമില്ല. അവസാന നിമിഷം പഠിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ജസ്റ്റ് പാസിന് ഒരു സി ഗ്രേഡ് എങ്കിലും കിട്ടി പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അപ്പം നമ്മൾ ഓൾറെഡി കൊടുക്കുന്ന ആ ഷോർട്ട് PDF നിങ്ങൾ നന്നായിട്ട് പഠിച്ച് O ഗ്രേഡും A+ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് ടൈം പ്രിപ്പറേഷന് കുറച്ച് സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓടിച്ചു പോക്കാണ്, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ടൈം ഒരു ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഷോർട്ട് ആക്കിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ടാബുലേഷൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ ഒന്നുകൂടെ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ടേബിൾ ഷുഡ് ബി ക്ലിയർ, ടേബിൾ ക്ലിയർ ആയിരിക്കണം. ടേബിൾ ഷുഡ് ബി ആക്യുറേറ്റ്, ടേബിൾ കൃത്യതയുള്ളതായിരിക്കണം. ടേബിൾ ഷുഡ് ബി സിമ്പിൾ, ടേബിൾ ഷുഡ് ഹാവ് ക്ലിയർ ടൈറ്റിൽ, ഏതൊരു ടേബിളിനും ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ഡു നോട്ട് യൂസ് ഡിറ്റോ മാർക്ക്, നമ്മൾ ഡിറ്റോ ഇട്ട് പോവില്ലേ, അങ്ങനെ ഡിറ്റോ മാർക്ക് ഒന്നും ടേബിളിൽ യൂസ് ചെയ്യാൻ പാടില്ല. ടേബിൾ ഷുഡ് സ്യൂട്ട് ദ സൈസ് ഓഫ് പേപ്പർ, നമ്മുടെ ആ ഒരു പേപ്പറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈസിലായിരിക്കണം ടേബിൾ ഉണ്ടാവേണ്ടത്. ക്യാപ്ഷൻസ് അറേഞ്ച്ഡ് ഇൻ സിസ്റ്റമാറ്റിക് മാനർ, ടേബിളിൽ നമ്മൾ ക്യാപ്ഷൻസ് ഒരു സിസ്റ്റമാറ്റിക് മാനറിലായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. ഓൾ ഐറ്റംസ് ഇൻ ദ ടേബിൾ ഷുഡ് ബി പ്രോപ്പർലി അറേഞ്ച്ഡ്, ടേബിളിലെ മുഴുവൻ ഐറ്റംസും നമ്മൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. ഓൾ ദ കോളംസ് ഫിഗേഴ്സ് ആർ ടു ബി പ്രോപ്പർലി അലൈൻഡ്, ടേബിളിലെ എല്ലാ കോളംസും ഫിഗേഴ്സും നല്ല രീതിയിൽ അലൈൻ ചെയ്യണം. അബ്രിവേഷൻ ഷുഡ് ബി അവോയ്ഡഡ്, അബ്രിവേഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, അല്ലേ, ഷോർട്ട് ഫോം കൊടുക്കാൻ പാടില്ല. എക്സ്പ്ലനേറ്ററി ഫുട് നോട്ട് ഷുഡ് ബി ഗിവൺ, ആവശ്യമാണെങ്കിൽ നമുക്ക് ഫുട് നോട്ട് കൊടുക്കാം. ഇത്രയുമാണ് ടാബുലേഷൻ്റെ പ്രിൻസിപ്പിൾസ്. എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സിന് എക്സ്പ്ലനേഷൻ വേണ്ട, പോയിന്റ് തന്നെ എഴുതിയാൽ കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ടാബുലേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്തും കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: നറേറ്റ് ദ ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ടാബുലേഷൻ. അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ ഇൻ ടു കോളംസ് ആൻഡ് റോസ് ആർ കോൾഡ് ടാബുലേഷൻ. ഡാറ്റയെ കോളംസും റോസുമായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവാണ് സിംപ്ലിഫൈ ഡാറ്റ, ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ, സേവ് സ്പേസ്, പ്രൊവൈഡ് റെഫറൻസ്, ലൊക്കേറ്റ് എറേഴ്സ്, ലൊക്കേറ്റ് ഒമിഷൻ. അതുപോലെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയായിരുന്നു? ടേബിൾ ക്ലിയർ ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, ക്ലിയർ ടൈറ്റിൽ ആയിരിക്കണം. 4 പഠിച്ചല്ലോ. ടേബിൾ ക്ലിയർ ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, ക്ലിയർ ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ഡു നോട്ട് യൂസ് ഡിറ്റോ മാർക്ക്, ഡിറ്റോ മാർക്ക് യൂസ് ചെയ്യരുത്. ടേബിൾ ഷുഡ് ബി സ്യൂട്ട് ദ സൈസ് ഓഫ് പേപ്പർ, പേപ്പറിന് ആ ഒരു പേപ്പറിൻ്റെ സൈസിന് സ്യൂട്ട് ആയിരിക്കണം. അതുപോലെ അബ്രിവേഷൻ യൂസ് ചെയ്യാൻ പാടില്ല, പ്രോപ്പർലി അറേഞ്ച് ചെയ്യണം, പ്രോപ്പർലി അലൈൻ ചെയ്യണം. ഫുട് നോട്ട് ആവശ്യമാണെങ്കിൽ കൊടുക്കാം. ദെൻ 4ാമത്തെ എസ്സേ ആണ് വാട്ട് ഈസ് ദ റിസർച്ച് റിപ്പോർട്ട്, എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. എന്താണ് റിസർച്ച് റിപ്പോർട്ട് എന്നും അതിൻ്റെ ടൈപ്സും. കഴിഞ്ഞ വർഷം റിസർച്ച് റിപ്പോർട്ടിൻ്റെ മൊഡ്യൂൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക. റിസർച്ച് റിപ്പോർട്ട് എന്ന് എസ്സേയും ഷോർട്ട് എസ്സേയും ഉണ്ടാവാറുണ്ട്. എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് റിസർച്ച് റിപ്പോർട്ട്. ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക. ഇവിടെ നമ്മൾ എസ്സേ ടോപ്പിക്ക് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, അതും വളരെ ഫാസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാണ്. ഓക്കെ. റിസർച്ച് റിപ്പോർട്ട് ഈസ് ദി പ്രസൻറ്റേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് ഇൻ ദി ഫോം ഓഫ് റിപ്പോർട്ട്. നമ്മളൊരു റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ റിസർച്ചിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ റിസർച്ചിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ റിസർച്ച് റിപ്പോർട്ട് ഈസ് ദി പ്രസൻറ്റേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് ഇൻ ദി ഫോം ഓഫ് റിപ്പോർട്ട്. ഒരു റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ റിസർച്ച് ഫൈൻഡിങ്സ് പ്രസൻറ്റ് ചെയ്യുന്നതാണ് റിസർച്ച് റിപ്പോർട്ട്. ദെൻ 5 രീതിയിലുള്ള റിസർച്ച് റിപ്പോർട്ടാണുള്ളത്. ഓറൽ റിപ്പോർട്ട്, റിട്ടൺ റിപ്പോർട്ട്, പോപ്പുലർ റിപ്പോർട്ട്, റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ടെക്നിക്കൽ റിപ്പോർട്ട്. ഓറൽ, റിട്ടൺ, പോപ്പുലർ, റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ടെക്നിക്കൽ റിപ്പോർട്ട്. ഓറൽ റിപ്പോർട്ട്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഇൻ ഓറലി. അതായത് ഓറലി ആയിരിക്കും ഓറൽ റിപ്പോർട്ട്, വാക്കുകൾ സംസാരിച്ചുകൊണ്ട്. അതായത് റിസർച്ചിൽ കണ്ടെത്തിയിട്ടുള്ള ഫൈൻഡിങ്സ് നമ്മൾ മറ്റൊരാളോട് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഓറൽ റിപ്പോർട്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഇൻ ഓറലി. ഇറ്റ് ഹാസ് പോപ്പുലർ ഇൻ USA. അമേരിക്കയിലാണ് ഇത് പോപ്പുലർ ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ഡെവലപ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലൊന്നും അത്ര ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഓറൽ റിസർച്ച് റിപ്പോർട്ട്. അടുത്തതാണ് റിട്ടൺ റിസർച്ച് റിപ്പോർട്ട്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഇൻ റിട്ടൺ ഫോർമാറ്റ്. റിട്ടൺ റിസർച്ച് റിപ്പോർട്ട് ഒരു റിട്ടൺ ഫോർമാറ്റിലായിരിക്കും. ഇറ്റ് ഈസ് ക്ലിയർ, കോൺഷ്യസ് ആൻഡ് ഓർഗനൈസ്ഡ് ഡോക്യുമെൻറ്റ്. അത് ക്ലിയർ ആയിരിക്കും, കോൺഷ്യസ് ആയിരിക്കും, അതൊരു ഓർഗനൈസ്ഡ് ഫോർമാറ്റിൽ അതിൻ്റെ സ്റ്റെപ്പും സ്റ്റേജസും എല്ലാം കറക്റ്റ് ഫോളോ ചെയ്തിട്ടുള്ള ഒരു സീക്വൻസ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പോപ്പുലർ റിപ്പോർട്ട്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർഡ് ഫോർ കോമൺ മാൻ.
സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ടിനെയാണ് പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ദോസ് പേഴ്സൺ ഹു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടെക്നിക്കൽ ആസ്പെക്ട് ഓഫ് ദ സ്റ്റഡി. ഒരു പഠനത്തിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാത്ത അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിയുന്ന സാധാരണക്കാരന് വേണ്ടിയിട്ട്, കോമൺ മാന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ് പോപ്പുലർ റിപ്പോർട്ട്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർഡ് ഫോർ കോമൺ മാൻ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ദോസ് പേഴ്സൺ ഹു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ സ്റ്റഡി. ഒരു സ്റ്റഡിയുടെ ടെക്നിക്കൽ ആസ്പെക്ട് ആവശ്യമില്ലാത്ത, അതിൽ താല്പര്യമില്ലാത്ത ആളുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടിനെയാണ് പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് റിപ്പോർട്ട് സബ്മിറ്റഡ് ടു അഡ്മിനിസ്ട്രേറ്റർ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിപ്പോർട്ട് സബ്മിറ്റഡ് ടു അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർക്ക് സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിനെയാണ് റിപ്പോർട്ട് സബ്മിറ്റഡ് ടു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിപ്പോർട്ട് ഇൻ ദി ഫോം ഓഫ് സമ്മറി. അതൊരു സമ്മറിയുടെ രൂപത്തിൽ മാത്രമായിരിക്കും. അതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കാതെ സമ്മറി രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ഓൺലി ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻസ് ഓഫ് ദ സ്റ്റഡി. ആ പഠനത്തിൽ പ്രധാനമായിട്ടും വന്ന റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണോ അത് മാത്രമായിരിക്കും റിപ്പോർട്ട് സബ്മിറ്റഡ് ടു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന റിപ്പോർട്ടിൽ കാണിക്കുക. ടെക്നിക്കൽ റിപ്പോർട്ട്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ഫോർ സ്പെഷ്യലിസ്റ്റ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദി ടെക്നിക്കൽ ആസ്പെക്ട് ഓഫ് ദ സ്റ്റഡി. ഒരു സ്റ്റഡിയുടെ ടെക്നിക്കൽ ആസ്പെക്ട് അറിഞ്ഞിരിക്കേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള റിസർച്ച് റിപ്പോർട്ട്. അതൊക്കെ പോട്ടെ, ഞാൻ ഓരോന്നിനും കീ വേർഡ് പറഞ്ഞു തരാം. അത് വെച്ച് 6 റിപ്പോർട്ടും എഴുതുക. ഒന്നാമത്തെ റിസർച്ച് റിപ്പോർട്ടാണ്, 5 റിപ്പോർട്ട് കേട്ടോ. ഒന്നാമത്തെ റിസർച്ച് റിപ്പോർട്ട് ഓറൽ റിപ്പോർട്ട്. ഓറൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിപ്പോർട്ട് ഇൻ ഓറലി. അത് ഓറലി ആയിരിക്കും. USA-ലാണ് അത് പോപ്പുലർ. അതുപോലെ തന്നെ അതെന്തല്ല, ഇന്ത്യയിലില്ല. റിട്ടൺ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റിട്ടൺ ഡോക്യുമെന്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കോമൺ മാൻ ആയിരിക്കും ആ റിപ്പോർട്ട് ഉണ്ടാവുക. റിപ്പോർട്ട് സബ്മിറ്റഡ് ടു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ അത് സമ്മറി രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് ആയിരിക്കും അതിൽ കാണിക്കുക. നമ്മുടെ 5ാമത്തെ എസ്സേ ആണ് വാട്ട് ഡു യു മീൻ ബൈ റിപ്പോർട്ട് റൈറ്റിംഗ്. ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് റൈറ്റിംഗിന് ആക്ച്വലി 4 സ്റ്റെപ്പേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടിൻ്റെ ടൈപ്സും ഒബ്ജക്റ്റീവ്സും അതൊക്കെ, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട്, അതെല്ലാം ഉൾപ്പെടുത്തി വലിയൊരു 4-5 പേജുള്ള എസ്സേ ആക്കി മാറ്റാം. ഇപ്പോൾ റിസർച്ച് റിപ്പോർട്ട് എന്താണെന്ന് ഓൾറെഡി പഠിച്ചു. അതിൻ്റെ സ്റ്റെപ്പ് അണ്ടർസ്റ്റാൻഡിങ് ദി സബ്ജക്ട് മാറ്റർ, പ്രിപ്പയറിംഗ് ഫൈനൽ ഔട്ട്ലൈൻ, പ്രിപ്പയറിംഗ് റഫ് ഡ്രാഫ്റ്റ്, ഫൈനലൈസിംഗ് ദി റിപ്പോർട്ട്. 6ാമത്തെ എസ്സേ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് റിസർച്ച് റിപ്പോർട്ട്? എക്സ്പ്ലെയിൻ വേരിയസ് കണ്ടന്റ് ഓഫ് എ റിസർച്ച് റിപ്പോർട്ട്. അല്ലെങ്കിൽ ഡിപിക്ട് ദ ലേഔട്ട് ഓഫ് ദ റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ടിന്റെ ലേഔട്ടോ ഫോർമാറ്റോ കണ്ടന്റോ ചോദിച്ചാൽ ഈ ടേബിൾ ആദ്യം വരച്ചു വെക്കുക, ഓരോന്നിനും എക്സ്പ്ലനേഷൻ കൊടുക്കുക. പലപ്പോഴായിട്ട് ചോദിക്കുന്നതാണ്. ഹോപ്പ് ചെയ്യാൻ നമുക്ക് ഈ പ്രാവശ്യം ചോദിക്കുന്നു. ഈ ടേബിൾ എല്ലാവരും ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കണം. 3 ഘട്ടമായിട്ടാണ് നമ്മുടെ റിസർച്ചിന്റെ കണ്ടന്റ് ഉണ്ടായിരിക്കുക. പ്രിലിമിനറീസ്, ടെക്സ്റ്റ്, റെഫറൻസ് മെറ്റീരിയൽ. പ്രിലിമിനറിയിൽ ഉണ്ടാവുക ടൈറ്റിൽ പേജ്, ലെറ്റർ ഓഫ് ട്രാൻസ്മിറ്റൽ, അക്നോളജ്മെന്റ്, ലെറ്റർ ഓഫ് ഓതന്റിക്കേഷൻ, ടേബിൾ ഓഫ് കണ്ടന്റ്, ലിസ്റ്റ് ഓഫ് ടേബിൾ, ലിസ്റ്റ് ഓഫ് ഫിഗർ. ടെക്സ്റ്റിൽ ഉണ്ടാവുക അബ്സ്ട്രാക്ട്, ഇൻട്രൊഡക്ഷൻ, റിസർച്ച് പ്രൊസീജിയർ, റിസൾട്ട്സ്, ഡിസ്കഷൻ, കൺക്ലൂഷൻ, സമ്മറി. റെഫറൻസിൽ ഉണ്ടാവുക ബിബ്ലിയോഗ്രഫി, അപ്പൻഡിക്സ്, ഇൻഡെക്സ്. ഇത് സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ നമ്മുടെ നോട്ടിലും ഉണ്ട്. ഇത് ഇതേപോലെ ബൈഹാർട്ട് ചെയ്തു. ഇത് പഠിക്കാൻ വേറെ സൂത്രവാക്യങ്ങളോ ഒന്നും എളുപ്പമൊന്നുമില്ല. ഇത് പഠിച്ചിട്ട് പോയിക്കോ, ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. റിസർച്ച് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ ലേ ഔട്ട്, കണ്ടന്റ്, ഇതൊക്കെ തന്നെ. അടുത്തത് വാട്ട് ഈസ് സാമ്പിളിംഗ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ. സാമ്പിളിംഗ് ഡിസൈൻ നമ്മൾ വീഡിയോ ചെയ്തതാണല്ലോ, അപ്പം ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. പ്രോബബിലിറ്റിയും നോൺ പ്രോബബിലിറ്റിയുമാണ്. ഇത് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ PDF വേണ്ടവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ, ഞാൻ കൊടുത്തുതരാം. അടുത്തതാണ് വാട്ട് ഈസ് റിസർച്ച്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് രാവിലെ. എക്സ്പ്ലോറേറ്ററി റിസർച്ച്, കോസൽ റിസർച്ച്, തിയററ്റിക്കൽ, എംപിരിക്കൽ, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, അപ്ലൈഡ്, ബേസിക്, ഡിസ്ക്രിപ്റ്റീവ്. ഇത് വരാൻ സാധ്യത അധികമുള്ള ക്വസ്റ്റ്യൻ ആണ്. റിസർച്ചിൻ്റെ ടൈപ്സ് 5 മാർക്കിലും 10 മാർക്കിലും എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. 9ാമത്തെ എസ്സേ ആണ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റിസർച്ച് പ്രോസസ്. രാവിലെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. 10ാമത്തതാണ് എക്സ്പ്ലെയിൻ കണ്ടന്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റിസർച്ച് ഡിസൈൻ ഈസ് ദ പ്ലാൻഡ് സീക്വൻസ് ഓഫ് എൻറ്റയർ പ്രോസസ് ഇൻവോൾവ് ഇൻ കണ്ടക്ടിങ് റിസർച്ച് സ്റ്റഡി. നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന മുഴുവൻ സ്റ്റെപ്പിനെയുമാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതും സ്റ്റേജ്, സ്റ്റെപ്പ്, പ്രോസസ്സ്, കണ്ടന്റ് ഒക്കെ ചോദിച്ചാൽ എഴുതാം. സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം, ഐഡന്റിഫൈ ദ റിസർച്ച് ഗ്യാപ്പ്, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, നാച്ചർ ഓഫ് സ്റ്റഡി, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്, സെറ്റിംഗ് ഹൈപ്പോത്തസിസ്, ജിയോഗ്രഫിക്കൽ ഏരിയ ടു ബി കവേർഡ്,
socio-cultural context of the study, identify the variables, period of study, dimension of study, basis or selection data, technique of study, the control. അതുപോലെ വാരിയബിൾസ് എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെച്ചോട്ടോ. വാരിയബിൾസും അതിൻ്റെ ടൈപ്സും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. ഇനി ഞാൻ വീഡിയോ ചെയ്യേണ്ടാവില്ല, നിങ്ങൾക്കത് നോട്ട് തന്നെ റെഫർ ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. ഇനി റിസർച്ച് ഡിസൈനും അതിൻ്റെ ടൈപ്സും അതൊന്ന് നോക്കി വെക്കുക. എക്സ്പ്ലോറേറ്ററി റിസർച്ച്, അതുപോലെ റിസർച്ച് ഡിസൈൻ്റെ നീഡ്, ബെനിഫിറ്റ്, ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, അതിന് കുറച്ച് വേണമെങ്കിൽ നമുക്ക് കോമൺ പോയിന്റ്സ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടവർ മെസ്സേജ് ചെയ്യുക. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ, കോസ്റ്റൽ റിസർച്ച് ഡിസൈൻ, എക്സ്പെരിമെൻ്റൽ, ലോങ്കിറ്റ്യൂഡിനൽ, ക്രോസ് സെക്ഷണൽ, എക്സ്പോസ് ഫാക്ടോ, ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നല്ല പോസിറ്റീവ് കമൻസ് കാണുന്നുണ്ട്. നാളെ എക്സാം കഴിഞ്ഞിട്ടും ഇതുപോലെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കമൻസ് ഇടാൻ സാധിക്കട്ടെ. അതായത് എക്സാം എളുപ്പമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, 12ാമത്തെ എസ്സേ നമ്മുടെ കോമൺ പോയിന്റ് ആണ്. ഇതിലേതെങ്കിലും ഒന്ന് എസ്സേ ചോദിച്ചാൽ, അതായത് ബിസിനസ് റിസർച്ചിൻ്റെയോ ഒബ്ജക്റ്റീവ്സോ എയിമോ പർപ്പസോ നീഡോ ഫങ്ഷനോ ബെനഫിറ്റ്സോ ഇതിലേതെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം. നമ്മൾ 21 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 21 പഠിച്ചെഴുതുമെങ്കിൽ എക്സ്പ്ലനേഷൻ വേണ്ട. ഇല്ലെങ്കിൽ നിങ്ങൾ ഓരോരു 10-15 പോയിന്റ് ആണെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുത്ത് ഇത് വെച്ചൊരു 4 പേജ് എസ്സേ എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യുക എല്ലാവരും. അതല്ലേ നമ്മുടെ ലക്ഷ്യം, അല്ലേ? പാസ്സാവും നിങ്ങളെല്ലാവരും. ഇപ്പോൾ ബെനഫിറ്റ്സോ ഒബ്ജക്റ്റീവ് എയിം, ഇനിയിപ്പോൾ ഞാൻ ഇതിൽ കൊടുക്കാത്ത സിഗ്നിഫിക്കൻസോ ഹെഡിങ് കൊടുക്കാത്ത എന്താണെങ്കിലും ഇതൊക്കെ സെയിം സംഭവങ്ങളാണ്. ഇത് എഴുതിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഫെസിലിറ്റേറ്റ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്, ഡിസ്കവറി ഓഫ് ന്യൂ നോളജ്, സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ്, ഡിറ്റർമൈൻ കോസ്റ്റ് ഓർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്, solution to unsolved business problems, collect relevant information for smooth conducting of business. It shapes business strategies, risk management. It helps in opportunity identification. It provides opportunity for assessment. It helps in business innovation. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. ഇറ്റ് ഹെൽപ്സ് ഇൻ ബിസിനസ് ഗ്രോത്ത്, ഇറ്റ് ഹെൽപ്സ് ഇൻ മാർക്കറ്റ് അനാലിസിസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റഡിയിങ് കോമ്പറ്റീഷൻ, ഇറ്റ് ഡിറ്റർമൈൻ മേജർ പ്ലേയേഴ്സ് ഇൻ ദി ജോബ് മാർക്കറ്റ്, ഇറ്റ് ഈസ് multidisciplinary, it is always focused on demand, it focuses on customers, it focuses on influencers, etc. It involves collection of data from first hand and second hand sources. It promotes business in economically sound manner. It ensures future success of business. It is based on observations and experimentation. നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ബികോംകാർക്കും BBAക്കാർക്കും എക്സാം നല്ല എളുപ്പമാവട്ടെ. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സമയക്കുറവ് മൂലം നമുക്ക് 2 മാർക്ക് സെക്ഷൻ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ സമയത്തിൻ്റെ ഒരു പരിമിതി മൂലം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഉള്ളത് വെച്ച് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 2 മാർക്ക് സെപ്പറേറ്റ് ചെയ്തില്ല എന്നേ ഉള്ളൂ. 2 മാർക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മുടെ ഷോർട്ട് നോട്ടും തന്നിട്ടുണ്ട്, ഡീറ്റെയിൽഡ് നോട്ടും തന്നിട്ടുണ്ട്, സെപ്പറേറ്റ് ഇതുപോലെയുള്ള നോട്ടുകളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം വെച്ചുകൊണ്ട് പഠിച്ച ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 50-ൽ കൂടുതൽ മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവസാന നിമിഷം എല്ലാ വീഡിയോസും മാത്രം കണ്ടിരുന്നാൽ പോരാ, നിങ്ങൾ നോട്ട്സും എല്ലാം വെച്ചുകൊണ്ടൊന്ന് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.